എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യും. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഞാൻ ആരാ ചേട്ടാ, ഞാൻ ആരാ? അപ്പോൾ നമ്മുടെ പൊന്ന് മംഗലഡാം ഉണ്ണിക്കണ്ണൻ മംഗലഡാം വിജയ് സാറിനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇനി മുതൽ എൻ്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് ഇതുപോലെ ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കണ്ടതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങളിൽ രണ്ടെണ്ണം കാണാം. ഉണ്ണിക്കണ്ണൻ മംഗലഡാം വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്, കേരളത്തിൽ കൊണ്ടുവന്ന് കുറെ നേരം സംസാരിച്ചു. എന്തിനു ഉണ്ണിക്കണ്ണൻ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയുണ്ട് വന്നവിടെ. ഞാൻ പറഞ്ഞു കുറെ പ്രാവശ്യം ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞു. ഈ വിജയണ്ണനെ കാണാനായിട്ട് ഒരു രണ്ട് വഴിയൊന്ന് പറയാമോ? വിജയണ്ണനെ കാണാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വിജയണ്ണനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് എത്രങ്ങാണ്ടൊക്കെ വഴിയുണ്ടെന്ന് പുള്ളി പറഞ്ഞല്ലോ. വിജയണ്ണനെ കാണാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കണ്ടിരുന്ന സിനിമ കാണുമ്പോൾ ആ ഒരു വഴിയേ ഉള്ളു. നമ്മളിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരെ സെക്യൂരിറ്റി ഗാർഡ് പെടലി കടിയിൽ നിന്ന് വിടും. അണ്ണൻ കുറെ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല, അവർ അയച്ചു തരും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും കേരളന്റെ ഒരു 10 മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വികിലേക്ക് കപ്പ് മുഖ്യം. നമുക്ക് നനച്ച വണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ വിജയണ്ണൻ ദൈവമാണ്. ആ ദൈവത്തിന് നമ്മൾ കണ്ടു. എല്ലാവരും ഏതായാലും പുള്ളിക്കാരൻ വിജയെ കണ്ടുമുട്ടിയതൊരു വലിയ കാര്യമാണ്. ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുമ്പോഴത്തേനും ആ ഒരു ലക്ഷ്യത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് ഈ ഉണ്ണിക്കണ്ണൻ. ഇത് ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടതിന് ശേഷം രണ്ടാമതിട്ട വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നമുക്ക് കാണാം. കപ്പ് മുഖ്യം ബിഗിലേ. ഉണ്ണിക്കണ്ണൻ മംഗലഡാം ഇത് വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്ക്കറ്റൊക്കെ. അപ്പൊ നനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ണൻ മംഗലം ഉമ്മ. നമുക്ക് നനച്ച വണ്ടി കിട്ടി മുത്തുകളെ ഉമ്മ ഉമ്മ. ഇതിലെ കപ്പ് മുച്ച ഉണ്ണിക്കണ്ണൻ മംഗലം ഉമ്മ. നനച്ച വണ്ടി കിട്ടിയേ. ഓക്കെ, നനച്ച വണ്ടി കിട്ടി. വിജയ് സാറിനെ കണ്ടു. പുള്ളി ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ. അപ്പോൾ വിജയ് സാറിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വിജയ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഫോട്ടോ എഡിറ്റഡാ, അറിയാമല്ലോ. ആസ് യൂഷ്വൽ ഇപ്പോൾ കൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി ഇതൊന്നും അല്ലടേ പ്രധാന വിഷയം. ഇതിന് ശേഷം ഉണ്ണിക്കണ്ണൻ ഭയങ്കര രീതിയിൽ പോപ്പുലറായി. ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോസ് പലയിടത്തും വരാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണനെ 24 ഏഷ്യാനെറ്റും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ഉണ്ണിക്കണ്ണൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പറയാം. ഈ പുള്ളിക്കാരൻ വളരെ അധികം വിജയെ ഇഷ്ടപ്പെടുന്ന, വിജയെ ആരാധിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം വിജയെ കാണാൻ പല ശ്രമങ്ങൾ നടത്തി, അടപടല പാളിപ്പോയി. തുടക്ക സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ ലക്ഷ്യം വിജയെ കാണുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പാലക്കാടിൽ നിന്ന് നടയോ നടന്ന് വിജയെ കാണാൻ പോയി. അങ്ങനെ ഈ പുള്ളി വിജയെ കാണാൻ പോകുന്നതും വലിയ തരത്തിൽ വാർത്തയായിരുന്നു. പലരും ഇദ്ദേഹത്തെ സഹായിക്കാനൊക്കെ ശ്രമിച്ചു. ഇദ്ദേഹം ആരുടെ സഹായം നേടിയില്ല. നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, പുള്ളിയോട് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാം, ഗൂഗിൾ പേ നമ്പർ ചോദിച്ചാൽ പുള്ളി തരുന്നില്ല, എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. ഇപ്പോൾ ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ കുറേ എണ്ണം രാജാതി ആപ്പ് കളർ പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും അല്ലാതെ ആ ഒരു കിട്ടിയ ഫെയിമിനെ നല്ല രീതിക്ക് യൂസ് ചെയ്തു. ഇതൊന്നുമല്ല പ്രശ്നം. ഉണ്ണിക്കണ്ണൻ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ കൊടുത്തേ, കേട്ടോണേ. ഒരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെ എൻ്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരയുന്ന ഉണ്ണിക്കണ്ണ പറഞ്ഞ എൻ്റെ തോളിൽ കൂടെ കയറ്റി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് വിജയണ്ണനാണെന്ന്. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വിജയ് തന്നെയാണോ? ഉണ്ണിക്കണ്ണൻ കണ്ടത് വിജയ് തന്നെയാണോ? അതിൻ്റെ കാരണം, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഈ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ ഉണ്ണിക്കണ്ണന് ശരിക്കും വിജയണ്ണൻ ഫാനാണെന്നേ ഉള്ളൂ. വിജയ് ആരാണ്, വിജയുടെ ക്യാരക്ടർ ഏതാണെന്ന് കൃത്യമായി അറിയില്ല. ഞാൻ കാണിച്ചുതരാം, തെളിവ് കാണിച്ചുതരാം. എന്നാ പിടിച്ചോ, പോസ്റ്ററുകൾ കാണിക്കട്ടെ. എന്നിട്ട് അത് ഏത് സിനിമയിലാണെന്നുള്ളത് പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്ത് കാണിക്കട്ടെ. തുള്ളാതെ മനം തുള്ളു അല്ല, സോറി അടുത്ത് കാണിക്കട്ടെ. ഇത് ആക്ച്വലി ഉഷിയായിരുന്നു. വേട്ടക്കാരൻ അല്ല, പോക്കിരി. ഓക്കെ, അടുത്ത്. ഈ സ്റ്റൈല് ഭയങ്കര അപൂർവ വിജയണ്ണം വന്നിട്ടുള്ളൂ. പെട്ടെന്ന് കിട്ടേണ്ടതാണ്. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇല്ല, സുറയിലായിരുന്നു ക്യാരക്ടർ. ഇതെന്തായാലും കിട്ടുന്ന ഉറപ്പാ. യെസ്. ഇതോ? ഇല്ല, ഇപ്പൊ പെട്ടെന്ന് അല്ല. ഒന്നുകൂടെ നോക്കി നോക്കിയേ. കത്തി. യെസ്. അതിൽ
ഇതാണ് പുള്ളിക്കാരൻ്റെ സംഭവം. അതായത് ഞാൻ വലിയൊരു കൊടൂര വിജയ് ഫാനൊന്നും അല്ല. ഞാൻ ആക്ച്വലി ഇപ്പം പറയാൻ പറ്റത്തില്ല, സൂര്യ ഫാനാണ്. അങ്ങനെ സാഹചര്യത്തിൽ ഒരു കട്ട വിജയ് ഫാനിന് വിജയ് അഭിനയിച്ച പടം അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഷോക്കിംഗ്. ഒരു സൂര്യ ഫാനായ എനിക്കറിയാം വിജയ്യുടെ ഏതൊക്കെ ലുക്ക് ഏതൊക്കെ പടത്തിലാന്ന്. ബേസിക്കലി നമ്മൾ സൂര്യ ഫാനായിട്ട് വിമർശിക്കാനായിട്ടായിരിക്കും കണ്ടിരുന്നത്. എന്നിരുന്നാലും ഈ പുള്ളിക്കാരന് ഇത്രയേ ഉള്ളൂ വിജയ്. അപ്പോൾ ഇനി വിജയുടെ രൂപം കെട്ടി ഏതെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റ് വന്ന് പറ്റിച്ചാണെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇത് ശരിയായിരിക്കും, ഇത് ശരിയാണ്. ബാക്കി കേൾക്കാൻ പറ. എന്നിട്ട് അങ്ങനെ വിജയണ്ണൻ എന്നെ വാവറിന് തോളിൽ കയറ്റ് കൊണ്ടുപോയി കയറുവനിൽ ആദ്യം വിജയണ്ണൻ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല, വിജയണ്ണൻ കയറി പറഞ്ഞില്ല, ഞങ്ങൾക്ക് എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുനൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണൻ എന്തിനാ എന്നിട്ട് കയറുവനിൽ ഞാനും വിജയണ്ണനും മാത്രം. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്യും പറഞ്ഞു. വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത്. അതും എനിക്കത്ര വിശ്വസനീയമല്ല കേട്ടോ. വിജയണ്ണൻ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ കണ്ണ് കലങ്ങി ചോദിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ പുള്ളിക്കാരൻ വിജയെ കണ്ടിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ അങ്ങനെ കള്ളം പറയുന്ന ഒരാളൊന്നുമല്ല. ഈ വിജയെ കണ്ടിട്ടുണ്ടാവും, വിജയുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടാവും, ക്യാരവനിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ കണ്ണ് നിറഞ്ഞ് വിജയണ്ണൻ ചോദിച്ചു എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ പുള്ളി അഭിനയിച്ചതാ, അല്ലെങ്കിൽ ഞാൻ ആരേട്ടാ, അതാ ഞാനും ചോദിക്കുന്നത്. നീ ആരാ? നീ ഇത്ര പെട്ടെന്ന് വന്ന് നടന്നു പോയി വിജയം കണ്ട് തിരിച്ചു വന്ന്. ഞാനൊക്കെ ഇവിടെ എന്തൊക്കെ കാട്ടിയെന്നറിയോ, എന്തൊക്കെ കാട്ടായങ്ങൾ കാട്ടിക്കൂട്ടി. ശരിക്കും നീ ആരുടെ ഉപേ? ഇവൻ ആരവൻ? ഇതെല്ലാം സമ്മതിക്കണം കേട്ടാ. നടന്ന് കുറേ നാൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടിരുന്ന ഒരാൾ ഇന്ന് അയാളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ മാൻ സൂപ്പർ. അത് അംഗീകരിച്ചു കൊടുക്കണം കേട്ടോ. ഒറ്റ ലക്ഷ്യത്തിൽ ആ ഒരു ലക്ഷ്യത്തിൽ പലതരത്തിലുള്ള ട്രോളുകൾ കിട്ടിയിട്ടും അതൊന്നും അറിയാതെ പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ ശരിക്കും ഞങ്ങൾ ചോദിക്കണം, ഞങ്ങളൊക്കെ ആരാ? അപ്പോൾ ഇയാളിത് എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട്, പല പ്രാവശ്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഇവർക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ. നമ്മുടെ ദൈവത്തിന് കണ്ടു, ഇളയ തലപതി നമ്മുടെ വിജയണ്ണനെ മുത്ത്, നമ്മുടെ വിജയണ്ണനെ കണ്ടു. ഇത് കണ്ടുകൊണ്ട് നാളെ വിജയ് ഫാൻസ് ഒന്നും കുറ്റിയും പറിച്ച് നടന്നങ്ങോട്ട് ചെല്ലണ്ട കേട്ടോ. ചിലപ്പോൾ ചള്ളക്കടിയിൽ നിന്ന് വിടും. ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇദ്ദേഹം അത്യാവശ്യം പോപ്പുലറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇതൊന്നുമല്ല പ്രധാന സാധനം. നമ്മുടെ ബാലച്ചേട്ടൻ ഇന്നത്തെ ഇടപെട്ടിട്ടുണ്ട്. ബാലച്ചേട്ടനും ഈ പുള്ളിക്കാരനുമായിട്ട് ഭയങ്കര അടുത്ത കമ്പനിയാണ്. അങ്ങനെ ബാലച്ചേട്ടൻ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. സാറിനെ കണ്ട് ലൊക്കേഷനിൽ പോയി. സാറ് ഇപ്പോൾ വരുന്ന പ്രൊഡ്യൂസർ സാറാണ് വന്ന് പറഞ്ഞത്. അങ്ങനെ പോയി ഇങ്ങനെ കുറേ ക്രൗഡുണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് പാൻറ് ഷർട്ട് ഇട്ട് ഒരാളിങ്ങനെ വരുന്നു. വന്ന് എൻ്റെ തോളിലിങ്ങനെ കൈയിട്ടു. അപ്പം മനസ്സിലായി. എന്നിട്ട് എന്തിനാ കരയെന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ വന്ന് കാരവാനിൽ കയറാൻ പറഞ്ഞിട്ട് ആദ്യം കാരവാന് തുറന്നിട്ട് കയറി പറഞ്ഞു. ഇല്ല സാറ് കയറി പറഞ്ഞില്ല. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ണിക്കണ്ണൻ്റെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ ഇമോഷണൽ പുള്ളി കറയും. ഇത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും ഒരേ സാധനം തന്നെ കേട്ടോ പറയുന്നത്. അപ്പോൾ സംഭവം റിയലാണ്, കള്ളത്തരാൻ വഴിയില്ല. ഇനി അത് മാത്രമല്ല, ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് വിജയയുടെ അടുത്ത് അച്ചീവ് ചെയ്തു. ഇങ്ങനൊരു പുള്ളിക്കാരൻ്റെ നനച്ച വണ്ടി കിട്ടി. ആ നനച്ച വണ്ടി കയറി കടത്തടത്തോട്ട് പോയതുകൊണ്ട് ബാലച്ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. കണ്ടോ? പുള്ളിക്ക് ഒരു ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഒരു ഇൻ്റർവ്യൂസ് കുറേ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം, ഞാൻ വാച്ച് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു ചേട്ടാ എല്ലാവർക്കും വാച്ച്, അവൻ്റെ ഒരു ആഗ്രഹം. അത് വേണ്ട, എല്ലാവർക്കും വാച്ച്. അതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് പോയി ബ്രാൻഡ് ന്യൂ മോഡൽ സാധനം വാച്ച് മേടിച്ച് കൊടുത്തു. ഇതാണ് പറയുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. ഈ ഉണ്ണിക്കണ്ണനെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, അയാൾ ഒരു കാര്യം ലക്ഷ്യമിട്ടു. പലരും അയാളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി, പലരും അയാളുടെ ഫെയിം ഉപയോഗിക്കാൻ നോക്കി, പലരും അയാളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ തട്ടിക്കളയുന്നൊക്കെ ഉള്ള രീതിയിൽ ത്രെട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയി ഫൈനലി ആ ഒരു ലക്ഷ്യത്തിൽ പുള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം ഒരു നല്ല ഉദാഹരണമാണ്. കാരണം നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യം മുന്നോട്ട് നോക്കി തന്നെ നടന്നു പോവുക. നിങ്ങളെ പിന്നിൽ നിന്ന് വലിക്കാൻ ആളുകളുണ്ടാവും, നിങ്ങളെ തളർത്താൻ ആളുകളുണ്ടാവും. നിങ്ങളുടെ ലക്ഷ്യം സത്യസന്ധമായി നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ലക്ഷ്യത്തിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നൊരു എക്സാമ്പിളാണ് ഈ ഉണ്ണിക്കണ്ണൻ ഇവിടെ തരുന്നത്. ഈ നാട് മൊത്തം ആദ്യം എതിർത്തു, പിന്നെ സഹതാപത്തോടെ കണ്ടു, പിന്നീട് സഹായിക്കാനായിട്ട് ചെന്നു, ഫൈനലി ഇനിയിപ്പോൾ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ കൈയടിക്കും. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ ഉണ്ണിക്കണ്ണൻ വളർന്നിരിക്കുകയാണ്.
ഏതായാലും വിജയെ കണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ, എന്നാലേ കൂടുതൽ വിശ്വസനീയമാകത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് ഇവൻ കണ്ട് കാണുമോ, ഇവ ഉടായിപ്പോൾ ഇവൻ പഴയ ഫോട്ടോയിലിട്ട പുതിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും പുള്ളി ശരിക്കും കിടച്ച വണ്ടി കിട്ടി നനച്ചടത്തി പോയിട്ടുണ്ടാവട്ടെ, പുള്ളി വിജയെ കണ്ടിട്ടുണ്ടാവട്ടെ, ആ ഫോട്ടോസ് എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ, ഇനി ഈ സിനിമയിലൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടട്ടെ. അപ്പോൾ നമുക്കും നനച്ച വണ്ടി തപ്പി കിടച്ച വണ്ടി തപ്പി കിടച്ചിടത്തോട്ട് പോയി എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി പോടേ, എന്തെങ്കിലുമൊക്കെ കാണിക്കുക.